നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും കളഞ്ഞാൽ കുഴപ്പമില്ല, എങ്ങനെയും കുറച്ച് ലൈക്കും ഷെയറും ആളുകൾ കാണുകയൊക്കെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ പേജുകൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഒക്കെ തുറക്കുമ്പോൾ വളരെ അപകടം നിറഞ്ഞ രീതിയിലുള്ള വീഡിയോ ചിത്രീകരിക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെയൊക്കെയും അതുപോലെ തന്നെ യുവാക്കളെയും നമ്മൾ കാണാറുണ്ട്. അതെല്ലാം തന്നെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയായിരിക്കാം. അതിന് താഴെ നിരവധി വിമർശനങ്ങളും ഉയരാറുണ്ട്. റീൽ എടുക്കാനും സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും പലതരത്തിലുള്ള അഭ്യാസങ്ങളാണ് നമ്മൾ ദിവസേന കാണാറുള്ളത്. ചിലപ്പോഴെല്ലാം ചിലതെല്ലാം അതിര് കടക്കുകയും ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള പ്രവർത്തികളുമാകാറുണ്ട്. അത്തരത്തിൽ റീൽ എടുക്കാൻ വേണ്ടി ഓടുന്ന ട്രെയിനിനടിയിൽ കിടന്നുകൊണ്ടുള്ള 2 കുട്ടികളുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. ഒരു നിമിഷം തന്നെ എല്ലാവരുടെ നെഞ്ചൊന്ന് ഭയം കൊണ്ട് ഞെട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഭുവനേശ്വറിലാണ് ഈ സംഭവം നടക്കുന്നത്. ട്രെയിനിനടിയിൽ കിടന്ന് റീൽ ചിത്രീകരിച്ച പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. കുട്ടികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെയാണ് പോലീസ് നടപടിയെടുത്തത്. പുറത്തുവന്ന വീഡിയോയിൽ ഒരു ആൺകുട്ടി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്നതും മുകളിലൂടെ ട്രെയിൻ പോകുന്നതും കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ആൺകുട്ടിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നാലെ വീഡിയോ ചിത്രീകരിക്കുന്ന മറ്റു കുട്ടികൾ ആർപ്പ് വിളിക്കുന്നുമുണ്ട്. അവർ കൈകൊട്ടി അവിടെ താഴെ കിടന്ന കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നത് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒഡീഷയിലെ പുരുണാപാടി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ദാലുപാലിക്കടുത്താണ് സംഭവം നടന്നിരിക്കുന്നത്. വീഡിയോ വൈറലായതിന് പിന്നാലെ പോലീസ് കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാനാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്നും കുട്ടികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുട്ടികൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് മുതിർന്നവരാരും തന്നെ ഇല്ലായിരുന്നു. വീട്ടിലുള്ള മുതിർന്നവർക്കൊന്നും തന്നെ കുട്ടികൾ ഇത്തരത്തിലൊരു സാഹസിക പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയും ഇല്ലായിരുന്നു. അവരുടെ ആരുടെയും കണ്ണിൽ പെടാതെയാണ് കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് എത്തുകയും ട്രെയിൻ വരുന്ന സമയം കൃത്യമായി നോക്കിവെച്ച് ഇത്തരത്തിൽ വളരെ അപകടം നിറഞ്ഞ രീതിയിലുള്ള ഒരു റീൽ ചിത്രീകരിക്കുകയും അത് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസ് അടക്കം ഇത് ശ്രദ്ധയിൽപ്പെടുകയും കുട്ടികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഉപദേശം നൽകുകയും മാതാപിതാക്കൾക്ക് ഉപദേശം നൽകിയതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മാസം മുമ്പ് ഇത്തരത്തിൽ അപകടം നിറഞ്ഞ നിലയിൽ വീഡിയോ എടുത്ത യുവാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഉത്തർപ്രദേശിലെ ഉന്നാവയിലായിരുന്നു കുസുംബ് റെയിൽവേ സ്റ്റേഷന് സമീപം ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഷാറൂഖ് ഖാന്റെ ബാദ്ഷാ എന്ന ചിത്രത്തിലെ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. ട്രെയിൻ എത്തുന്നതിന് മുൻപ് ട്രാക്കിൽ മൊബൈലുമായി കിടക്കുന്ന യുവാവിനെ ആദ്യം കാണാം. പിന്നാലെ ട്രെയിൻ വരുന്നു, യുവാവിന് മുകളിലൂടെ കടന്നു പോകുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന യുവാവ് ട്രെയിൻ പോയി നിമിഷങ്ങൾക്ക് ശേഷം ട്രാക്കിൽ നിന്ന് എഴുന്നേൽക്കുകയും നടന്നു പോവുകയും ചെയ്തു. വീഡിയോ വൈറലായതിന് പിന്നാലെ റെയിൽവേ പോലീസ് ഇടപെടുകയും യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉന്നാവയിലെ ഹസൻഗഞ്ചിലെ രഞ്ജിത്ത് ചൗരസിയാണ് അറസ്റ്റിലായത്. സമാനമായ 2ാമത്തെ സംഭവം അരങ്ങേറുന്നത് അസാമിലെ സിൽച്ചാറിലാണ്. ഉത്തർപ്രദേശിലെ സംഭവം റെയിൽവേ സ്റ്റേഷന് സമീപമാണെങ്കിൽ 2ാമത്തെ സംഭവം പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ നിന്ന് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. ലാല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള രാങ്പൂരിലാണ് സംഭവം. അന്ന് അവിടെ ഒരു 27-കാരനാണ് ഇത്തരത്തിൽ ട്രെയിൻ എത്തുന്നതിന് തൊട്ടരികിൽ ട്രാക്കിൽ കിടന്ന് സമാനമായ രീതിയിൽ അപകടകരമായി റീൽ ചിത്രീകരിച്ചത്. സംഭവം വൈറലായിരിക്കെ കടുത്ത നിയമ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോ, സാഹസികമായിട്ടുള്ള വീഡിയോ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇക്കൂട്ടർ എടുക്കുകയും അത് കുറച്ച് ആളുകൾ കാണാൻ വേണ്ടിയിട്ടും ആളുകൾക്കിടയിൽ വൈറലാകാൻ വേണ്ടിയിട്ടും ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തികൾ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്നതും പോലീസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.